കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അലാം അടിക്കുന്ന സൗണ്ട് കേട്ടാണ് നിധി എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റിരുന്ന് ചുറ്റുപാടും നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് താൻ ഹോസ്റ്റൽ റൂമിലാണല്ലോ ഇരിക്കുന്നത് എന്നവൾ ചിന്തിക്കുന്നത്. എന്നാൽ സുധീഷിൻ്റെ വീട്ടിലെ ഓരോ സംഭവങ്ങളും അവളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവരോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നല്ല നിമിഷങ്ങളും അവൾ ഓർത്തെടുക്കുകയാണ്. അതിനുശേഷം ഒരു കപ്പ് കാപ്പിയുമായി വന്നിരുന്ന് അവൾ കുടിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് എന്നും രാവിലെ സുഭാഷ് ഏട്ടൻ ഇട്ടുകൊടുക്കുന്ന ചായയുടെ ടേസ്റ്റ് അവൾക്ക് ഓർമ്മ വരുന്നത്. നല്ല ചായ ആയിരുന്നല്ലോ എന്നിങ്ങനെ മനസ്സിലേക്ക് വരുവാണ്. ഇവിടുത്തെ ഭക്ഷണമൊന്നും കൊള്ളത്തില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിധി ബാൽക്കണിയിലേക്ക് ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് താഴെ ഭാസ്കരൻ ഒരു സൈക്കിളിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അയ്യോ, ഇവരെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വല്ല പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്നിങ്ങനെ നിധി ചിന്തിക്കുകയാണ്. പെട്ടെന്ന് താഴേക്ക് ഓടിപ്പ് ചെല്ലുന്നുണ്ട്. നിധിയെ കണ്ടതും ഭാസ്കരൻ നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ, ഇതാണോ ഹോസ്റ്റൽ? നീ ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ സുധീഷിനോട് ചോദിച്ചു നീ എവിടെയാണ് താമസിക്കുന്നതെന്ന്. പക്ഷേ അവൻ പറഞ്ഞു തന്നില്ല. എന്നാലും ഞാൻ അത് കണ്ടുപിടിച്ചു. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെന്താ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഈ നേരത്ത് നിങ്ങൾ ഉറങ്ങാറില്ലേ പതിവ്? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്താ കാര്യമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ടത് നിധി പറയുന്നുണ്ട്, എനിക്ക് ഉള്ളിലേക്ക് ക്ഷണിക്കണമെന്നുണ്ട്. പക്ഷേ ഇതൊരു ലേഡീസ് ഹോസ്റ്റലാണ്, വാർഡൻ സമ്മതിക്കില്ല. ഇത് കേട്ടതും ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാനിവിടെ ചുറ്റിക്കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല, നിന്നെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മോളെ, നീ എന്തിനാ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്? ഇവിടെയാണോ താമസിക്കുന്നത്? ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇങ്ങനെ കാണും പോലെയല്ല, റൂമൊക്കെ നല്ല സൗകര്യ റൂം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ, നീ സുധീഷ് നിന്നോട് അങ്ങനെ മര്യാദയില്ലാതെ പെരുമാറിയത് കൊണ്ടല്ലേ ഇറങ്ങിപ്പോന്നത്. പക്ഷേ അവനങ്ങനെ പെരുമാറിയത് അവന് കാരണമല്ല, ഞാൻ കാരണമാണ്. എന്തു പറഞ്ഞാലും നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയല്ലേ? അവൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ കല്യാണം ഒരു ഒറിജിനൽ കല്യാണമായിരുന്നില്ല. ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് എൻ്റെ കഴുത്തിൽ അവൻ താലി കെട്ടി എന്നേ ഉള്ളൂ. മോളെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് അവനെ ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടതും നിധി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇല്ലാത്ത അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കണ്ട. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. അവൻ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൻ ഇന്നലെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കുടുംബം നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ എരിപിരി കയറ്റി വിട്ടു. അത് കേട്ടുകൊണ്ടാണ് അവൻ അങ്ങനെ നിന്നോട് പെരുമാറിയത്. അല്ലാതെ എൻ്റെ മോനെ ഒരു ദുഷ്ടനൊന്നുമല്ല. നീ അവനോട് ക്ഷമിക്ക്. ഇത് കേട്ടത് നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി പറയുന്നുണ്ട്, അതെ, അവർ പറഞ്ഞയച്ചതാകുമല്ലേ ആ സുധീഷ്, എനിക്കറിയാം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇല്ലാത്തത് പറയുന്നത്? അവൻ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതൊന്നുമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വന്നതാണ്. എൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ അതുപോലെ ചെയ്യാൻ നോക്കൂ? ഇല്ല, എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നത്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കാരണമാണ് അവന് നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ അവനോട് നീ ക്ഷമിക്കണം. സത്യങ്ങളെല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അന്ന് രാത്രി ഞാൻ അവനോട് അങ്ങനെയൊന്നും സംസാരിച്ചിരുന്നില്ലെങ്കിൽ നിന്റെ റൂമിലേക്ക് അവൻ കയറി വരില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നിധി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ ഒരു മനുഷ്യനാണോ? നിങ്ങളൊരു അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ എന്നോട് തന്നെയാണോ പറയുന്നത്? അതെ, നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. ഒരു അച്ഛൻ മകനോട് ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. നാണമില്ലേ നിങ്ങൾക്ക് ഒരു മകനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? വെറുതെ അല്ല നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കാത്തത്, നിങ്ങൾ വെറുക്കുന്നതും വെറുതെ അല്ല. ഇതല്ലേ സ്വഭാവം? വയസ്സാവും തോറും എല്ലാവർക്കും മെച്യൂരിറ്റി കൂടിയാണ് വരുന്നത്. നിങ്ങൾക്ക് പിന്നീട് അത് ഇല്ലാതാവുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നിധി പെട്ടെന്ന് ഭാസ്കരനെ വഴക്ക് പറയാൻ തുടങ്ങി. ചെവി പൊട്ടുന്ന തരത്തിലാണ് പറയുന്നത്. എന്നാൽ ഭാസ്കരൻ ചുറ്റുപാടും നോക്കുന്നുണ്ട്. ആരെങ്കിലും കേൾക്കുമോളെ, ഒന്ന് പതുക്കെ പറ, നമ്മൾ റോട്ടിലല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. പക്ഷേ നിധി അതൊന്നും കേൾക്കുന്നില്ല. നിധി ഭാസ്കരനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അതിനുശേഷം നിധി ഗേറ്റ് ക്ലോസ് ചെയ്ത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നികേഷ് കോളേജിലേക്ക് പോകാൻ റെഡിയായിട്ട് വരുന്നത്. സുധീഷ് ഓടിച്ചെന്ന് നികേഷിനോട് പറയുന്നുണ്ട്, എടാ നികേഷേ, നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയടാ, നീ എന്തിനാ എന്നോട് മിണ്ടാതെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹരീഷ് വരുന്നുണ്ട്. ഹരീഷ് പുറത്തേക്ക് പോകാനായി റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹരീഷിൻ്റെ അടുത്തേക്കും സുധീഷ് ചെല്ലുകയാണ്. എടാ ഹരീഷേ, നീയും മിണ്ടാതിരിക്കുകയാണോ? നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഓഹോ, ഒന്നും ചെയ്തില്ല അല്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെ, നിധി ഇവിടെ നിന്നും പോയി, അത് ഞാൻ കാരണം തന്നെയാണ്. പക്ഷേ അവളെൻ്റെ ഭാര്യയല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ അവളുടെ റൂമിലേക്ക് കയറി ചെന്നത്. തെറ്റ് തന്നെയാണ്. ഭാര്യയാണെന്ന് നിന്റെ മനസ്സിലല്ലേ ഉള്ളൂ, അവരുടെ മനസ്സിലില്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് കിച്ചണിൽ നിന്നും വരുന്നുണ്ട്. എന്നിട്ട് സുധീഷിനോട് പറയുന്നുണ്ട്, എടാ സുധീഷേ, നിനക്കവൾ ഭാര്യ ആയിരിക്കാം, പക്ഷെ അവളുടെ മനസ്സിൽ നീ ആരുമല്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടനും അങ്ങോട്ടേക്ക് വരികയാണ്. എടാ സുധീഷേ, ആ നിധിയുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവുമില്ല. അന്ന് നമ്മൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് വിവാഹ ദിവസം ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ വെച്ചില്ലേ, അതിൽ ആ കുട്ടി പങ്കെടുത്തത് നമ്മുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ, അവൾക്ക് ഞാൻ അങ്ങനെ അല്ലെങ്കിലും എൻ്റെ മനസ്സിൽ അവൾ എൻ്റെ ഭാര്യ തന്നെയാണ്. എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, നീ ഏത് പെൺകുട്ടികളെ കണ്ടാലും ഇങ്ങനെ തന്നെയല്ലോ, കണ്ടപാട് നിനക്ക് അവരെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെടും. ഇത് കേട്ടതും സുധീഷിന് വളരെ വിഷമം തോന്നുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഓഹോ, നിങ്ങളെല്ലാവരും എന്നെപ്പറ്റി അങ്ങനെയാണോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? ശരി, അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ അവളോട് ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ മനസ്സിൽ ഞാൻ അവളെ ഒരു റാണി പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അത് നിങ്ങൾക്കും മനസ്സിലാവില്ല, അവൾക്കും മനസ്സിലാവില്ല. എനിക്ക് മതിയായി. നിങ്ങളുടെ കണ്ണിലെല്ലാം ഞാനൊരു പൊറുക്കിയല്ലേ. എനിക്ക് ജോലിയില്ല, ലൈസൻസ് ഇല്ല, ഇപ്പോൾ നിധിയുമില്ല. എന്നെപ്പറ്റി ചിന്തിക്കാനും വിഷമിക്കാനും ഒന്നും ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും പോവാണ്, എന്നെപ്പറ്റി ആരും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് സുധീഷ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. സുധീഷ് തലേദിവസം വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ വിഷമിച്ച് റോഡിലൂടെ നടന്നു പോവാണ്. ഇതേ സമയം അതിലെ നടന്നു പോകുന്ന അവരുടെ അയൽവാസികൾ സുധീഷിനെ കണ്ട് കളിയാക്കുന്നുണ്ട്. സുധീഷ് തലേ ദിവസം രാത്രി തൻ്റെ വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ചെല്ലാം ഓർത്ത് വിഷമിച്ചിങ്ങനെ റോഡിലൂടെ നടന്നു പോവാണ്. ഇതേ സമയം രണ്ട് സ്ത്രീകൾ സുധീഷിനെ കണ്ടതും കളിയാക്കുവാണ്. നിനക്കറിയാവോടി, ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടി പിണങ്ങിപ്പോയി. ഇതൊക്കെ ഇവരുടെ വീട്ടിൽ പതിവായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, അതിൽ വലിയ പുതുമയൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും മറ്റൊരു സ്ത്രീ സുധീഷിനെ കണ്ട് അടുത്തേക്ക് വരികയാണ്. എടാ സുധീഷേ, നിന്റെ ഭാര്യ ഓടിപ്പോയോടാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ സുധീഷ് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓടിപ്പോയത് നിങ്ങൾ കണ്ടോ? ഏയ് അല്ല, ഞാൻ കണ്ടില്ല. ഓടിപ്പോയി എന്ന് ഉദ്ദേശിച്ചത് നിന്നെ വിട്ടുപോയി എന്നാണ്. നിന്റെ മുഖം കണ്ടാൽ അറിയാം അവൾ നിന്നെ വിട്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണെന്ന്. അല്ല, ആ പെൺകുട്ടി കുറച്ച് ദിവസമൊക്കെ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചല്ലോ, എന്നിട്ട് ഇപ്പോഴെന്താ ബാഗും എടുത്ത് തൂക്കിക്കൊണ്ട് പോവാൻ കാരണം? നിന്റെ ഭാര്യ ഇനി തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ സുധീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ ഭാര്യ പോയി, അത് ശരി തന്നെ, എന്താ നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താടാ നീ എന്നോട് ചോദിച്ചത്? എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവന്ന് നിനക്ക് രണ്ട് തരാൻ ഞാൻ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓഹോ, നിങ്ങൾക്ക് എന്നെയും എൻ്റെ വീട്ടുകാരെയും പറ്റി എന്തും സംസാരിക്കാം, എന്തും പറയാമല്ലേ, ഞാൻ തിരിച്ചൊന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ, നിങ്ങൾ ആരോട് ചെന്നാണെങ്കിലും ചെന്ന് പറ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്നും പോകുന്നുണ്ട്. പെട്ടെന്ന് ഹരീഷ് അതിലെ വരികയാണ്. ഇവർ തമ്മിലുള്ള വഴക്ക് അവൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഹരീഷ് അവിടെ വണ്ടി നിർത്തി എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഞാനിതിൽ നടന്നു പോവുമായിരുന്നു, അവരാണ് വഴക്കടിക്കാൻ വേണ്ടി വന്നത്. എൻ്റെ നിധിയെ പറ്റി അവരെന്തെല്ലാമാണ് പറഞ്ഞതെന്ന് അറിയാമോ? ഇത് കേട്ട് ആ സ്ത്രീ വീണ്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അതൊന്നും കേൾക്കാതെ ഹരീഷ് സുധീഷിനെ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. സുധീഷ് വളരെ വിഷമത്തോടെയാണ് ഇരിക്കുന്നത്. ഇത് ഹരീഷിന് മനസ്സിലാവുന്നുണ്ട്. ഹരീഷ് സുധീഷിൻ്റെ അടുത്ത് വന്നിരുന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഡാ നീ ഓക്കെ ആണോ? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അതെ,
അപ്പോൾ വീണ്ടും ഹരീഷ് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തിനാ ഈ നാട്ടിലുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതിനൊക്കെ മറുപടി പറയാൻ പോകുന്നത്? ഇതൊക്കെ നമുക്ക് പതിവുള്ളതല്ലേ. ഇവരിങ്ങനെ പറയുന്നതൊക്കെ ആദ്യമായിട്ടാണോ? എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് പറഞ്ഞിട്ട് പോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എത്രയെന്ന് വെച്ചാടാ അവരൊക്കെ പറയുന്നതും കേട്ട് മിണ്ടാതിരിക്കുന്നത്? എത്ര മിണ്ടാതിരുന്നാലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ മാനസികാവസ്ഥ ആർക്കും പറഞ്ഞാൽ അറിയില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പോൾ എനിക്ക് ചിരി വരുന്നതേയില്ല. രാത്രി കിടന്നാൽ ഉറക്കവുമില്ല. എൻ്റെ മനസ്സിലുണ്ടല്ലോ, എൻ്റെ നെഞ്ചിൽ ഒരു പാറക്കല്ല് കയറ്റി വെച്ചതുപോലെയുള്ള ഒരു ഭാരമാണ് തോന്നുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം? പറയടാ നിൻ്റെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇങ്ങനെ നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ നിധി എന്നോട് സംസാരിക്കാതിരിക്കുന്നതും അവൾ നമ്മുടെ വീട് വിട്ട് പോയതും അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലടാ. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനും വിഷമവും ഒക്കെ തോന്നുന്നു. നീയൊന്ന് സമാധാനമായിട്ട് ഇരിക്കടാ. നമ്മുടെ സുഭാഷ് ഏട്ടനെ അവർ ഒരു ചേട്ടനായിട്ടല്ലേ കാണുന്നത്, അതുപോലെ നിന്നെ ഒരു ചേട്ടനായിട്ടല്ലല്ലോ കാണുന്നത്. അതെങ്കിലും വിചാരിച്ച് നീ സമാധാനിക്ക് എന്നിങ്ങനെ ഹരീഷ് പറയുമ്പോൾ സുധീഷിന് വിഷമാവുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, ആ ഒരു സമാധാനത്തിൽ തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ എല്ലാം ഇങ്ങനെയായില്ലേ, അവൾ നമ്മുടെ വീട് വിട്ട് പോയില്ലേ എന്ന് സുധീഷ് പറയുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും അവർ തിരിച്ചു വരും, അതുവരെ നീ കാത്തിരിക്കെ. തിരിച്ചു വരുന്ന സമയത്ത് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അവരോട് തുറന്നു പറയണം. ഓ, ഇനി അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. ഇനി നീ പറയുന്നത് പോലെ അവൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവളോട് തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അവൾ തിരിച്ച് വന്ന വഴിയേ അവൾ ഓടും. എടാ, അവർ വന്ന ഉടനെ തന്നെ നിന്റെ ഇഷ്ടം അവരോട് തുറന്നു പറയാനല്ല ഞാൻ പറയുന്നത്. അവർ വന്ന് കുറച്ച് സമയമെടുത്ത് പതിയെ അവരോട് ഇത് തുറന്നു പറയണം. എങ്കിൽ മാത്രമല്ലേ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അവർക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതിനുശേഷം അവരുടെ മറുപടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നിനക്ക് ജീവിക്കാമല്ലോ. നീ അവരെ വിവാഹം കഴിച്ച കാര്യം അങ്ങ് മറന്നു കളഞ്ഞേക്ക്. എന്നിട്ട് അവരെ ആദ്യമായി കാണുന്നത് പോലെ മനസ്സിലങ്ങ് കരുതണം. എന്നിട്ട് ആദ്യമായി കാണുന്ന ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ അവരോട് തുറന്നു പറയില്ലേ നമ്മുടെ ഇഷ്ടം, അതുപോലെ തുറന്നു പറയണം. അങ്ങനെ പതുക്കെ പതുക്കെ അവരെ ലവ് ചെയ്യേ. അങ്ങനെ തിരിച്ച് അവർക്കും നിന്നോട് അതേപോലെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം. എന്താടാ ഓക്കെ അല്ലേ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. എന്നാൽ സുധീഷ് ഒന്നും മിണ്ടാതെ ഹരീഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. അല്ല, നിന്നോടൊക്കെ വന്ന് ഇമാതിരി ഒരു കാര്യത്തിൽ അഡ്വൈസ് ചോദിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ. ഇത് കേട്ട് ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, അതെ, നിന്നോട് സംസാരിക്കുന്ന എന്നെ അടിക്കാൻ ആളില്ലാഞ്ഞിട്ടാ. നീ ചെന്ന് ആരുടെയെങ്കിലും അടി വാങ്ങിച്ചു കൂട്ട്. ഗുഡ് മോർണിംഗ് ഹരീഷ് എന്ന് പറഞ്ഞുകൊണ്ട് നീതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീതു പെട്ടെന്നാണ് സുധീഷിനെ കാണുന്നത്. സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുകയാണോ? ഉടനെ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ കാര്യം? രാവിലെ തന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? സുധീഷ്, നീ എന്തായി പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നമ്മുടെ നീതുവിനത് വളരെ ഇഷ്ടപ്പെടുകയാണ്. കണ്ടോ, എന്നെ എന്തെങ്കിലും പറഞ്ഞാലേ എൻ്റെ ഹരീഷ് അത് ചോദിക്കും. ഞാൻ ആകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. നീ മിണ്ടാതെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നെ കാണുന്ന നേരത്ത് നീ ഇങ്ങോട്ടേക്ക് കയറി വരേണ്ട ആവശ്യമേ ഇല്ല. കേട്ട് ഹരീഷ് നീതുവിനോട് പറയുന്നുണ്ട്, നീ പോ, അവൻ്റെ മൂഡ് ശരിയല്ല, നീ പിന്നെ വാ എന്ന് പറയുമ്പോൾ നീതു പറയുന്നുണ്ട്, ഓഹോ ഇവൻ്റെയൊക്കെ മൂഡ് നോക്കിക്കൊണ്ട് വേണോ നമുക്ക് സംസാരിക്കാൻ? എന്തായാലും നീ പറഞ്ഞതല്ലേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നീതു അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ സുധീഷ് നിധി ജോലി ചെയ്യുന്ന ഓഫീസിന് മുന്നിൽ ചെന്നിരിക്കുകയാണ്. സുധീഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ഇവരാരെങ്കിലും എന്നെ കണ്ടാൽ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വന്നതാണ് എന്ന് വിചാരിക്കും. നിധിയും അങ്ങനെ തന്നെ വിചാരിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡെലിവറി ബോയ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അല്ല നിധി വല്ലതും ഓർഡർ ചെയ്തിട്ടായിരിക്കുമോ ഇദ്ദേഹം ഇവിടെ വന്നത്? അപ്പോൾ നിധി പുറത്തേക്ക് വരുമായിരിക്കും ഇത് വാങ്ങിക്കാൻ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നിധിയുടെ
ഫ്രണ്ട് ദിവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. ആ കൊറിയർ വാങ്ങിയിട്ട് പോകുന്ന സമയത്താണ് അവിടെ സുധീഷ് ഇരിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്, അന്ന് നമ്മുടെ ഓഫീസിൽ നിധിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ വ്യക്തിയാണല്ലോ ഇത്. എന്തിനായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്, എന്തായാലും നിധിയോട് പറയാമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സുധീഷ് പറയുന്നത്, അല്ല ഇത് നിധിയോട് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് വന്നിരിക്കാം, അവിടെ ഗസ്റ്റ് റൂം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ സുധീഷ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നിധിയോടൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതി, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നു. ദിവ്യ അകത്ത് ചെന്ന് നിധിയോട് പറയുന്നുണ്ട്, നിധി, അന്ന് ഇവിടെ വന്ന് നിന്നെ കാണാൻ ബഹളമുണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ടല്ലോ, അവർ അവിടെ വന്ന് നിൽപ്പുണ്ട്. ഇത് കേട്ടത് നിധി ആകെ ഞെട്ടുന്നുണ്ട്. നിധി പെട്ടെന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുവാണ്. ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദിവ്യ പറയുന്നുണ്ട്, ഇവിടെ അകത്തേക്ക് വന്നിട്ടില്ല, അവിടെ പുറത്തിരിക്കുന്നുണ്ട്. നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നോട്. നിന്നോട് വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല, നിന്നെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുകയാണ് നിധി. പെട്ടെന്ന് നിധിയുടെ മനസ്സിലേക്ക് തലേദിവസം രാത്രി സുധീഷ് മദ്യപിച്ച് വന്ന് നീ എൻ്റെ ഭാര്യയാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തോടെ അവളുടെ അടുത്ത് കയറി കിടന്ന സീനെല്ലാം ഓർമ്മ വരുവാണ്. എന്നിട്ട് പെട്ടെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് ചെന്നേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവൻ അകത്തേക്ക് വരും, ചെന്ന് തുലയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെയാണ് നിധി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. പുറത്തിറങ്ങിയതും നിധി സുധീഷിനെ കാണുന്നുണ്ട്. എന്നാൽ മിണ്ടാതെ തിരിഞ്ഞു നിന്ന് കൈകെട്ടി നിൽക്കുവാണ്. സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിധി, ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ വരേണ്ടി വന്നു. നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. നിന്നെ ഞാൻ ഒരുപാട് കോൾ ചെയ്തു, നീ എടുത്തില്ല. നിനക്ക് ഞാൻ മെസ്സേജ് ഇട്ടു, അതിന് റിപ്ലൈ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ ഹോസ്റ്റലിലേക്ക് പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീട് വിട്ട് നീ പോയത് എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് ഞാൻ തന്നെയാണ്. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരുപാട് വിഷമമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് സുധീഷ്. ഇത് കേട്ട് നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസാണ്, നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ സംസാരിച്ച് നിൽക്കാനുള്ള സമയമല്ല ഇത് എന്ന് നിധി പറയുകയാണ്. ഇല്ല നിധി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാനോ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ല ഞാനിവിടെ വന്നത്. അന്ന് ഞാൻ നിന്നോട് വളരെ മോശമായി പെരുമാറി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ. എനിക്ക് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നാറുണ്ട്. ഞാൻ വളരെ മോശമായിട്ടാണ് നിന്നോട് അങ്ങനെ പെരുമാറിയത്. സോറി നിധി, ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കൊള്ളാം എന്ന് പറയുകയാണ് സുധീഷ്. ഇത് കേട്ട് നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിധി സുധീഷിൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുകയാണ്. ഓഹോ, അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത അല്ലേ? ഞാൻ നിങ്ങളോട് പൊറുത്തു എന്ന് പറയുമ്പോൾ ക്ഷമിച്ചു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സമാധാനമാകുമല്ലേ? അപ്പോൾ എൻ്റെ സമാധാനം നിങ്ങൾക്ക് മുഖ്യമല്ല എന്ന് പറയുകയാണ്, എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നിധി. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയല്ല നിധി, നീ അങ്ങനെ അർത്ഥമാക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. എൻ്റെ മനസ്സ് വളരെ ഡിസ്റ്റർബാണ്. എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി ഉറക്കമില്ല. ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് നിധി, എന്നോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറയാമോ? ഇത് തന്നെയാണ് ഞാനും പറഞ്ഞ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം മാത്രമാണ് മുഖ്യം. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് നിധി പറയുമ്പോൾ, എന്താ നിധി, പ്ലീസ് നിധി, എന്നോട് ക്ഷമിക്കണം. അതിനുവേണ്ടി ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നും ചോദിക്കുന്നുണ്ട് സുധീഷ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, ദയവ് ചെയ്ത് ഇവിടെ നിന്നും പോകണം. നിങ്ങൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പോലെ അകത്ത് കയറി വല്ല പ്രശ്നവും ഉണ്ടാക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ദയവ് ചെയ്ത് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്, ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും പറയല്ലേ നിധി, ഞാൻ അങ്ങനെ പ്രശ്നമുണ്ടാക്കാനൊന്നും വന്നതല്ല. ഞാൻ കോൾ ചെയ്തപ്പോൾ നീ എടുക്കാത്തതുകൊണ്ട് മാത്രം നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാനിവിടെ വന്നതാ.